പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പാപത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, സാത്താനെ ജയിച്ചു, മരണത്തെ ജയിച്ചു. ആ ക്രിസ്തുവിൻ്റെ മക്കളായ നാം ഓരോരുത്തരും ഇതുപോലെ ജയിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നാൽ പല സ്ഥലങ്ങളിൽ, പല മേഖലകളിൽ നാം തോറ്റുപോകാറുണ്ട്. നാം പലപ്പോഴും ഉണരുന്ന തോൽവികൾ, നാം പലപ്പോഴും മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് വിഷമം തോന്നുന്ന തോൽവികൾ എന്താണ്? വിദ്യാഭ്യാസത്തിൽ വരുന്ന തോൽവികൾ, ഭാവി മേഖലകളിൽ വരുന്ന തോൽവികൾ, ബിസിനസ് മേഖലകളിൽ വരുന്ന തോൽവികൾ, ജോലിയിൽ വരുന്ന തോൽവികൾ, ശുശ്രൂഷയിൽ വരുന്ന തോൽവികൾ, അതൊക്കെ നാം മനസ്സിലാക്കാറുണ്ട്. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കുവാറുണ്ട്. എന്നാൽ ഏറ്റവും വലിയ തോൽവി ദൈവജനത്തെ നാം വായിക്കുന്നു. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 20-ാം വചനം. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. പ്രിയ മക്കളെ, നാം ഓരോരുത്തരും യേശു കർത്താവിനെ അറിഞ്ഞു. യേശു കർത്താവ് നമ്മെ രക്ഷിച്ചു, നമ്മുടെ പാപങ്ങളെ പോക്കി നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും കർത്താവ് നമ്മെ കയറ്റി, നമ്മെ വീണ്ടെടുത്തു. എന്നാൽ വീണ്ടും നാം ആ പാപത്തിലേക്ക്, ആ മാലിന്യത്തിലേക്ക് നാം വീണ് നാം അതിൽ കുടുങ്ങിപ്പോയാൽ നാം തോറ്റവരാകുന്നു. അതേ, പുറമേ ആത്മീയമായും ശാരീരികമായും സാമ്പത്തികമായും ജോലിപരമായി വിദ്യാഭ്യാസപരമായി ബിസിനസ് പരമായി എല്ലാ നിലകളിലും നാം ജയിച്ചവരെന്ന് നമുക്ക് തോന്നിയാലും ദൈവം മുൻപാകെ ഇതുപോലൊരു തോൽവി മറ്റൊന്നുമില്ല. അതിൻ്റെ തൊട്ട് മുൻപിലുള്ള വചനത്തിൽ 19-ാം വചനത്തിൽ നാം വായിക്കുന്നു, ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു അടിമ നുകത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചിരിക്കുന്നു. എന്നാൽ പിന്നെയും നാം അടിമ നുകത്തിൽ കുടുങ്ങിപ്പോകരുത്. കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. എങ്ങനെയാണ് കുടുങ്ങിപ്പോകുന്നത്? ഇവിടെ നാം വ്യക്തമായി വായിച്ചു. ലോകത്തിൻ്റെ മാലിന്യം വിട്ട് നാം ഓടേണ്ടുന്നവരാണ്. ഇന്നുവരെയും ലോകത്തിൻ്റെ മാലിന്യം വിട്ട് ഓടാത്തവർ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തെ, നിങ്ങളെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. കാരണം ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർക്ക് മാത്രമേ ആ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയത്തുള്ളൂ. അതെ, വിശുദ്ധനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന് വചനപ്രകാരം ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ ആരെങ്കിലും പിന്നെയും അതിൽ കുടുങ്ങി തോറ്റുപോയ അവസ്ഥയിൽ കേൾക്കുന്നുണ്ടെങ്കിൽ, അതെ, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഇത് കൃപായുഗമാകയാൽ വേഗം നാം മാനസാന്തരപ്പെട്ട് മടങ്ങി വരേണം. കൃപായുഗം എന്നേക്കും നിൽക്കത്തില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മണവാളനായി തൻ്റെ കാന്തയായ സഭയെ ചേർക്കുവാൻ എത്രയും വേഗം കടന്നു വരും. അതിനു മുൻപായി വേഗം ഇപ്പോൾ തന്നെ ഏതെങ്കിലും മാലിന്യങ്ങൾ, ലോകത്തിൻ്റെ മാലിന്യങ്ങൾ നമ്മെ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ കുടുങ്ങിപ്പോയി രക്ഷപ്പെടുവാൻ കഴിയാതെ, അതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാതെ ആയിരിക്കുന്നുണ്ടെങ്കിൽ വചനപ്രകാരം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെയുള്ളവരുടെ അവസ്ഥ അതിൻ്റെ 21-22 വചനത്തിൽ വിശുദ്ധ കൽപ്പനയെ, നീതിയുടെ വഴിയെ അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അതറിയാതിരിക്കുന്നത് നന്നായിരുന്നു. എന്നാൽ സ്വന്തം ഛർദ്ദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നും ഉള്ള സത്യമായ പഴഞ്ചൊല്ലുപോലെ അവർക്ക് സംഭവിച്ചു. നമ്മെ ദൈവം വിശുദ്ധ സന്തതിയായി വിളിച്ചു വേർതിരിച്ചിരിക്കുമ്പോൾ പന്നിയെപ്പോലെ, നായെപ്പോലെ വീണ്ടും വിട്ടോടിയതിൽ കുടുങ്ങി പോകേണ്ടുന്നവരല്ല എങ്കിൽ നാം തോറ്റുപോയി നിശ്ചയം. യേശു കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 21-ാം വചനത്തിൽ നാം വായിക്കുന്നു,
ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോട് കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ച കാലം പാപത്തെ വെറുത്തു, പാപിയെ സ്നേഹിച്ചു. ഇന്ന് പലരും പാപത്തെ സ്നേഹിക്കുന്നു, രഹസ്യമായി പാപത്തെ സ്നേഹിക്കുന്നു, പരസ്യമായി പാപികളെ വെറുക്കുന്നു. അങ്ങനെയല്ല പ്രിയമുള്ളവരെ. അതെ, നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അതിൻ്റെ 20-ാം വചനത്തിൽ വായിക്കുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. അതെ, ഇപ്പോഴും കർത്താവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ആരെങ്കിലും, അതാരായിരുന്നാലും, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കുമെങ്കിൽ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കും. പരിശുദ്ധാത്മാവാം ദൈവം നമ്മോട് കൂടെ ഇരുന്ന പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തി ജയത്തോടെ നടത്തും. യൗവനമോഹങ്ങളെ നാം വിട്ടോടണം. മുതിർന്നവരായിരുന്നാലും നമ്മെ പാപത്തിലേക്ക് വലിച്ചു വയ്ക്കുന്ന പല കാര്യങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. ആ മോഹങ്ങളെ, ജഡമോഹങ്ങളെ, കൺമോഹങ്ങളെ, ജീവനത്തിൻ്റെ പ്രതാപങ്ങളെ, അതെ ആമേൻ, പണത്തിൻ്റെ മോഹം, എല്ലാം അത്യാഗ്രഹങ്ങൾ, അതൊക്കെ നാം വിട്ടു മാറണം. ദൈവകരങ്ങളെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ കർത്താവ് നമ്മെ ജയത്തോടെ വഴി നടത്തുവാനിടയായിത്തീരും. ഈ വചനപ്രകാരം നിശ്ചയമായി ലോകത്തിൻ്റെ മാലിന്യങ്ങളെ വിട്ടോടിയവർ അമ്മേനത് കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും സത്യവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാപിച്ച പരിജ്ഞാനത്തിൽ അമ്മേൻ ജീവിക്കാം, ജയത്തോടെ ഒരു ജീവിതം നയിക്കാം. അതെ, നമ്മെ ജയിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങളും അവകാശങ്ങളും വലുതാണ്. നമ്മെ തന്നെ ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവ്, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. സമ്പൂർണ്ണമായ വചനപ്രകാരം സമർപ്പിക്കുന്നേ നാഥ. കർത്താവ്, ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ പിന്നെയും കുടുങ്ങിപ്പോയാൽ അത് തോറ്റ അവസ്ഥയാണല്ലോ. ഞങ്ങൾ തോൽക്കേണ്ടുന്നവരല്ലോ കർത്താവ്. ഈ നാളുകൾ അങ്ങേപ്പോലെ പാപത്തെ, ലോകത്തെ, സാധാനെ, പാപത്തിൻ്റെ ശമ്പളമായ മരണത്തെ ജയിച്ച് ഞങ്ങളും കർത്താവ് ഒരു ജീവിതം നയിപ്പാൻ സ്വർഗം സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അതിൽ കുടുങ്ങിപ്പോയി പുറത്തു വരുവാൻ കഴിയാതെ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അവരെ ദൈവം രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോയി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതേ കൃപാസനത്തിലേക്ക് കടന്നു വന്ന് അപ്പോൾ ആ സ്തോത്രം രക്ഷ പ്രാപിപ്പാൻ സഹായിക്കണം. അതിൽ നിലനിൽക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത തലത്തിലേക്ക് ദൈവം മാനിക്കണം. പ്രാർത്ഥന കിട്ടുന്നതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.